അതിൻ്റെ ഫോളോ അപ്പ് വെച്ചാൽ മെയിൻ കേസ് ഇനിയിപ്പോൾ വരും. മെയിൻ കേസ് വരുമ്പോൾ അതിൽ ബാക്കി കാര്യങ്ങൾ കൂടി നമ്മൾ ആർഗ്യൂ ചെയ്യും. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം വെച്ചാൽ ഈ കേസിലെ വളരെ മൗലികമായ ചില കാര്യങ്ങളിൽ കോടതി ഇടപെട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു 5ഓളം പോയിന്റിൽ ഇത് എളുപ്പത്തിൽ ഈ വഖഫ് സ്വത്തിനെ നശിപ്പിച്ച് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ മുനയൊടിക്കുന്ന വിധത്തിൽ ചില പരാമർശങ്ങളെ കോടതി നടത്തിയിട്ടുള്ളത്. ഒറ്റ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ തർക്കം ഉണ്ടായിരുന്നിരിക്കില്ല, ആർക്കും തർക്കം ഉന്നയിക്കാമല്ലോ. വഖഫ് ബോർഡിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് തർക്കം ഞങ്ങളുടേതാണ് ഉന്നയിക്കാം. ഗവൺമെൻറ് പറയാം, ഗവൺമെൻറ് സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വലിയ കയ്യേറ്റക്കാർ സർക്കാരാണ്. കണക്ക് പ്രകാരം സർക്കാർ ഓഫീസുകൾ പലതും പ്രവർത്തിക്കുന്നത് ഇതിലാണ്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പുതിയ തീരുമാനപ്രകാരം കോടതിൻ്റെ ഒബ്സർവേഷൻ പ്രകാരം ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന ഉയർന്നു ഗവൺമെൻറ് കയ്യിൽ വെച്ചിട്ടുള്ളത്. എന്നാലും വഖഫിൻ്റേതായിട്ടുള്ള സംഗതിയിൽ ഗവൺമെൻറ്റിൻ്റേതാണെന്നൊരു തർക്കം, അതല്ല പണ്ടത്തെ മാതിരി തന്നെ വഖഫിൻ്റെയാണെന്ന് തർക്കം വന്നാൽ തർക്കം ആരാണോ ഉന്നയിച്ച അന്ന് ഇപ്പോൾ ഇന്ന് ഈ വഖഫ് സ്വത്ത് അവിടെ ഗവൺമെൻറ് കൈവശം ഉള്ള കയ്യേറിയ ഭൂമി, ആ ഭൂമി തങ്ങളുടേതാണ് എന്ന് അവർ ആർഗ്യുമെൻ്റ് കൊണ്ടുവന്ന് തർക്കം കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ആ തർക്കം വരുന്നതോടുകൂടി അത് വഖഫ് സ്വത്ത് അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കയ്യേറ്റ ഭൂമികളൊക്കെ തന്നെ വെള്ളം പൂശാൻ പറ്റുന്ന വിധത്തിലായിരുന്നു നേരത്തെ നിയമം. ആ നിയമം ഇപ്പോൾ അതുകൊണ്ട് ഫലമായിട്ട് ഇതായി. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളും കളക്ടർക്കുള്ള അധികാരം, തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായ കളക്ടർക്ക് കൊടുത്തു. ആ കളക്ടർക്ക് കൊടുത്ത സമയത്ത് അത് കോടതി അത് യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തി. അതുപോലെ തന്നെയുള്ള മറ്റ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും. ഇപ്പം ഇതിൻ്റെ നിയന്ത്രണ ബോർഡ് കേരളത്തിലാണെങ്കിൽ വഖഫ് ബോർഡ്, സെൻട്രലാണെങ്കിൽ കൗൺസിൽ, ഇതിൽ തന്നെ നോൺ മുസ്ലിം പ്രാതിനിധ്യം കൂട്ടി, പ്രാതിനിധ്യം വേണം ഒക്കെ അവരെ ആക്കാമായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്തു കോടതി എന്ന് വെച്ചാൽ അത് ലിമിറ്റ് ചെയ്തു. കേരളത്തിലാണെങ്കിൽ 4, മറ്റിടത്താണെങ്കിൽ 3, 3, 4. അപ്പോൾ അതിലപ്പുറം ചെയ്യാൻ പറ്റില്ല എന്നുള്ള തീരുമാനം വന്നപ്പോൾ ആ ഭീഷണിയും വന്നു, അവസാനിച്ചു. വേറൊന്നെന്ന് പറഞ്ഞാൽ സിഇഒൻ്റെ കാര്യം. സിഇഒൻ്റെ കാര്യത്തിൽ കോടതി പറഞ്ഞില്ല സിഇഒ നോൺ മുസ്ലിം ആവണം അല്ലെങ്കിൽ മുസ്ലിം ആവണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കോടതി കൃത്യമായിട്ട് സൂചിപ്പിച്ചു അത് സ്വാഭാവികമായിട്ടും വേണ്ടത് അതാണ്. ഓർഡർ കൊടുക്കുന്നില്ലെങ്കിൽ തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രശ്നവും. അതുപോലെ തന്നെ ഒഫീഷ്യൽ ഈ നോമിനേറ്റഡ് ആയിട്ടുള്ള വ്യക്തി. അപ്പോൾ അത്തരം കാര്യത്തിൽ വന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതും മുസ്ലിം ആയിരിക്കാമെന്നുള്ളത്. എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് വരുന്ന ആളുകൾ അവരും മുസ്ലിമുകളാകണമെന്നുള്ള തീരുമാനം വന്നു. പിന്നെ 5 കൊല്ലം മുസ്ലിമായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ. നേരത്തെ ആർക്കും ആകാമായിരുന്നു, വഖഫിൽ ഇഷ്ടപ്പെടുന്ന മുസ്ലിമുകളും അല്ലാത്തവരും ഒക്കെ ചെയ്യാമായിരുന്നു. കോടതി പറഞ്ഞാൽ ഇടപെടേണ്ട കാര്യമില്ല, അത് ചെയ്ത് തെറ്റാണ്, അതുകൊണ്ട് ആ നിയന്ത്രണം എടുത്തു കളഞ്ഞു. അങ്ങനെ 4-5 മെയിൻ പോയിന്റിൽ കോടതി ശക്തിയായിട്ട് നിരീക്ഷണങ്ങൾ നടത്തി. അതിനോട് ബന്ധപ്പെട്ട ക്ലാസുകൾ സ്റ്റേ ചെയ്തു. വളരെ നല്ല ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഇനി പോരായ്മയുള്ള കാര്യങ്ങളുണ്ട്. ആ പോരായ്മയായിട്ടുള്ള കാര്യങ്ങൾ മെയിൻ കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ശക്തമായിട്ട് അതിൽ ഇടപെടും. വളരെ സജീവമായിട്ട് ഇടപെട്ടൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന മെയിൻ കേസിൻ്റെ സംഗതിയിലും സജീവമായിട്ട് നമ്മൾ ഇടപെടും. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന ശുഭകരമായൊരു ചൂണ്ടുവലകയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. വലിയ പ്രതീക്ഷയുണ്ടോ? കഴിഞ്ഞ തവണയൊക്കെ വലിയ തിരിച്ചടി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായതാണ്. അല്ല, അതിൽ ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ആളുകൾ വിലയിരുത്തുക എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളെ ഗവൺമെൻറ് എന്ത് സമീപനം എടുത്തു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മൗലികമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ സമീപന രീതിയാണ് കേരളത്തിലെടുത്തു വന്നിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം എന്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ വികസനം പോലുള്ള സംഗതികൾ അവരെടുത്ത സമീപനങ്ങൾ, അവർ കാണിച്ചിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ, അവർ കാണിച്ചിട്ടുള്ള ഈ നിയമക്രമവാഴ്ചയോട് അവർ കാണിച്ചിട്ടുള്ള സമീപനം, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വളരെ തപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതികളാണ്. അതെല്ലാം എന്താവും വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ ബോധ്യം. നല്ല വിജയം ഈ പ്രാവശ്യം UDF തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാകും. KT ജലീൽ ലീഗിനെതിരെ PK ഫിറോസിനെതിരെ വലിയ വിമർശനങ്ങൾ തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിൽ യഥാർത്ഥ ആ ഇഷ്യൂവിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നേതാക്കന്മാരും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇവിടെ ഫിറോസിനെതിരായി
കെ.ടി. ജലീൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും യാഥാർത്ഥ്യമുള്ള കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പി.കെ. ഫിറോസിനെ സംബന്ധിച്ച് വലിയ കോടീശ്വരൻ എന്നുള്ള നിലയിലൊക്കെ തന്നെയുള്ള പർവ്വതീകരിച്ചു കൊണ്ടുള്ള ഒരുപാട് സംഗതികൾ ഉന്നയിച്ചു. അതൊക്കെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത വിധത്തിലുള്ള വിമർശനങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളത് വളരെ സജീവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഇത്തരം അനാരോഗ്യകരമായിട്ടുള്ള കുറ്റാരോപണങ്ങൾ നല്ലതല്ല. വിദേശത്തുള്ള ബിസിനസ്, വിദേശത്തുള്ള ജോലി, 5 ലക്ഷം മാസ ശമ്പളം, അത്തരമൊരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായി പാർട്ടി നേതൃത്വം, മുതിർന്ന നേതാക്കൾ അതിനെ സംബന്ധിച്ച് പ്രാഥമികമായ ഒരു അതിൽ അന്വേഷണത്തിൻ്റെ പ്രസക്തിയിൽ പ്രഥമ ദൃഷ്ടിയ അത്തരം കാര്യങ്ങളിൽ ഒരു കേസുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അന്വേഷണത്തിൻ്റെ കാര്യമുള്ളൂ. അല്ലാതെ ആൾ അന്വേഷണം നടത്തിയിട്ട് അയാൾ മുൻകൂട്ടി തന്നെ ഒരു കുറ്റവാളി എന്നുള്ള നിലയിൽ കാണിക്കുന്ന അർത്ഥമില്ലല്ലോ. അതപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ ഒരു താല്പര്യത്തിന് വേണ്ടിയുള്ള ആരോപണങ്ങൾ മാത്രമാണ്, വേറെ കാര്യമൊന്നും. ഈ തുഞ്ചൻ ഭൂമിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ട്. അത് ഏറ്റെടുത്തത് അതിൽ വലിയ ക്രമക്കേട് നടന്നുകൊണ്ടൊക്കെ അന്ന് ആ കാലത്ത് ഈ തിരൂരടങ്ങുന്ന പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയായിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നു എന്നാൽ അതിലെ ഏറ്റവും വലിയ എവിഡൻസ് ആരെന്നറിയോ? നിങ്ങൾ തന്നെ. നിങ്ങൾ ആ കാലഘട്ടത്തിലെ പത്രവാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് സിമ്പിളാണ് നോക്കാൻ കാര്യം. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഉന്നയിച്ചൊരു സംഗതിയാണ്. അത് ഭൂമി എടുക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ ഭൂമി എടുക്കുന്നതിൽ കാണിച്ചിട്ടുള്ള ഇടതുപക്ഷ നേതാക്കന്മാരും ഭരണകൂടവും എടുത്തിട്ടുള്ള സമീപന രീതിയെപ്പറ്റി നന്നായിട്ട് കവർ ചെയ്ത പത്രക്കാർ നിങ്ങൾക്ക് പിന്നെ ഒരു സാക്ഷ്യപത്രത്തിൻ്റെ ആവശ്യമില്ല. അത് ഗൗരവമായിട്ട് അത് ഉയർത്തിക്കൊണ്ടുവരാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ അഴിമതി ഉയർത്തി കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എടുത്തത് അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം പറയുന്നത് തങ്ങളുടെ മുഖം രക്ഷപ്പെടുത്താൻ വേണ്ടി അന്യൻ്റെ പേരിൽ വീണ്ടും ചടിവാരി എറിയാന്നുള്ള കുതന്ത്രമാണ്, ഒരു വേറെ കാര്യമൊന്നുമില്ല. ഈ ഭൂമി ഏറ്റെടുത്തൊക്കെ UDFന്റെ ഭരണകാലത്താണ് UDF അതിന് ഭരണാനുമതി നൽകിയത് എന്നുള്ള വിവരങ്ങളും രേഖകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു. ഈ ഫാൾസ് ഡോക്യുമെൻ്റ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അത്ര പഴക്കമൊന്നുള്ള കാര്യമല്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ആ ലാൻഡിൻ്റെ കാര്യത്തിൽ കാണിച്ചിട്ട് കൃത്രിമം, ആ ഗ്യാങ് അത് കാണിച്ചിട്ട് കള്ളക്കച്ചവടം, ഇതൊക്കെ തന്നെ ഞങ്ങൾ എക്സ്പോസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർക്കറിയാം അത് കത്തിപ്പടരുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിലൊരു കാര്യമില്ല.